OnePlus Nord ഈ ഒരു സീരീസ് 2020 ആദ്യമായിട്ട് OnePlus ലോഞ്ച് ചെയ്യുന്നത് നോട്ട് സീരീസ്. അപ്പോൾ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ OnePlus Nord, ഒറിജിനൽ OnePlus Nord ഇറങ്ങിയത്. പിന്നെ ആ സീരീസ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തായിരുന്നു. OnePlus Nord സീരീസ് ഇറങ്ങി, OnePlus അതിനൊപ്പം തന്നെ C സീരീസ് ഇറങ്ങി, C Lite സീരീസ് ഇറങ്ങി. അപ്പോൾ OnePlus Nord സീരീസ് എപ്പോഴും തന്നെ വളരെ പോപ്പുലറായ ഒരു ഡിവൈസാണ്. അപ്പോൾ അതിലെ C സീരീസ് കുറച്ചും കൂടെ മിഡ് റേഞ്ച് ഡിവൈസ് ആയിരുന്നു. ഇപ്പോൾ OnePlus Nord നമ്പർ സീരീസ്, അതായത് OnePlus Nord 3, Nord 4 എന്നൊക്കെ പറഞ്ഞത് കുറച്ചുകൂടെ പ്രീമിയം കാറ്റഗറിയിലേക്ക് പോയി, 30,000 രൂപയ്ക്ക് മുകളിൽ പോയി. അപ്പോൾ OnePlus Nord C സീരീസ് ആയിരുന്നു ഒരു 20 to 25 അല്ലെങ്കിൽ 30,000 റേഞ്ചിൽ വരുന്നത്. അതിന് താഴെയാണ് OnePlus Nord C Lite സീരീസ് വന്നത്. അപ്പോൾ OnePlus Nord C സീരീസിലെ അടുത്ത ഡിവൈസാണ് OnePlus Nord CE 4. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OnePlus Nord CE 4. അപ്പോൾ ഇത് അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ലോഞ്ച് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ഡിവൈസിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കുറച്ചൊരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടില്ലേ, ക്യാമറ യൂണിറ്റിൻ്റെ ചുറ്റും തന്നെ വേറൊരു പാറ്റേൺ ഉണ്ട്. അതേപോലെ തന്നെ ഈ മാർബിൾ കൈൻഡ് ഓഫ് ഫിനിഷ്, ഒരു ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ആണെങ്കിൽ ഒരു മാർബിൾ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ OnePlus എപ്പോഴും തന്നെ അവരുടെ ഫോൺസിൽ കുറച്ചൊരു ഡിസൈൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസിലെല്ലാം തന്നെ എക്സ്പീരിമെൻറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ക്യാമറ സെറ്റപ്പ്, OnePlusന്റെ ബ്രാൻഡിങ് കാണാം. നല്ലൊരു കളർ ഫിനിഷാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. സൈഡിൽ താഴത്ത് നമുക്ക് സ്പീക്കർ യൂണിറ്റും USB Type-C പോർട്ടും ഒരു സിം ട്രേയാണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ AMOLED 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിസ്പ്ലേനെ കുറിച്ച് നമുക്ക് വിശദമായി ഇപ്പോൾ പറയാൻ സാധിക്കില്ല, കാരണം അത് ലോഞ്ച് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ 120 Hz AMOLED ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രോസസ്സറിലേക്ക് പോകുമ്പോൾ Snapdragon 7 Gen 3 ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു മിഡ് റേഞ്ച് ചിപ്പാണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഒരു 25,000 to 30,000 പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട ഒരു നല്ല ചിപ്പാണ്, നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് UFS 3.1 സ്റ്റോറേജും LPDDR4X റാമാണ്. 8GB to 256GB സ്റ്റോറേജ് വരെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ UFS 3.1 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാസ്റ്റർ റീഡ് റൈറ്റ് സ്പീഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് അടുത്ത് വരുന്ന ചാർജിങ് ആണ്. ഇപ്പോൾ ചാർജിങ് നമുക്കറിയാം, നോട്ട് സീരീസിൽ പൊതുവെ 67 വാട്ടൊക്കെയാണ് അല്ലെങ്കിൽ 80 വാട്ടൊക്കെയാണ് വന്നിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഇൻ നോട്ട് സീരീസ് 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്, കാരണം സ്പീഡ് ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാം. ചാർജിങ്ങിൽ അപ് ടു 100 വാട്ട് ചാർജിങ് സ്പീഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, അതിനൊപ്പം തന്നെ Snapdragon 7 Gen 3, പിന്നെ ചാർജിങ് സ്പീഡിലും വളരെയധികം ഇംപ്രൂവ്മെന്റ് ഉണ്ട് നമുക്ക് പറയാം. അപ്പോൾ OnePlus Nord CE 4 ഇത് ഇറങ്ങുന്ന April 1st വീക്കിലാണ്. നമുക്ക് ഈ ഒരുപാടൊന്നും ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളൊരു വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ് ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു, നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ OnePlus Nord CE 4ന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നതാണ്. അതേപോലെ തന്നെ റിവ്യൂവും ക്യാമറയെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ ലാംഗ്വേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അതിനൊപ്പം തന്നെ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് എടുക്കാമോ, ആ ഒരു ഗസ്റ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്താണ് അതും കൂടി കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോസും ഏപ്രിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.